അത് സാമാന്യ നിലയിലുള്ള അറിവാണ്. പക്ഷേ ജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നതല്ല. ഈ 5 ഇന്ദ്രിയങ്ങൾ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ രസിച്ചുകൊണ്ടോ ഒന്നും സ്പർശിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവുന്നതല്ല ജ്ഞാനം. അത് ഉള്ളിൽ നിന്ന് സ്വയം വളരുന്നത്. എല്ലാവരുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്. ആധ്യാത്മിക സാധന ആ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനം ഉണരാനും വികസിക്കാനും പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ്. അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്, ശ്രീവിദ്യ എന്ന് പറയുന്നത്. അതാണ് ശ്രീവിദ്യ, അതാണ് വിദ്യ. അതൊരിക്കലും പുറമേ നിന്ന് ലഭിക്കുന്നതല്ല, അത് ഉള്ളിലേക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അത് ഉള്ളിൽ നിന്ന് സ്വയമേ വരുന്നതാണ് ആ ജ്ഞാനം. വിജ്ഞാനം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അതിന് പരിമിതിയുണ്ട്. ഭഗവാന്റെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞാൽ വീണ്ടും ഞാൻ ആവർത്തിക്കാം. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ കൂടെയാണ്, എത്രയോ വർഷങ്ങളുടെ കൂടെയുണ്ട്, അനുഭവിക്കുന്നു. എപ്പോഴും കൃഷ്ണൻ അർജുനൻ വളരെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. ആ സമയത്ത് മുഴുവൻ അർജുനൻ കൃഷ്ണൻ ഉൾക്കൊള്ളുന്നെങ്കിൽ ദേവകിയുടെ മകനായിട്ടുള്ള കൃഷ്ണൻ, തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കൃഷ്ണൻ, മഞ്ഞപ്പട്ടുടുത്ത കൃഷ്ണൻ, നീല നിറമുള്ള കൃഷ്ണൻ, ഓടക്കുള്ളിലുള്ള മയിൽപ്പീലിയുള്ള ഗോപാലകൃഷ്ണനായിട്ടുള്ള കൃഷ്ണൻ അർജുനൻ എപ്പോഴും കാണുന്ന, അനുഭവിക്കുന്ന. അപ്പൊ അതുവരെ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് വരെ അർജുനൻ കൃഷ്ണൻ അനുഭവിച്ചത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ടുകൊണ്ട്, സ്പർശിച്ചുകൊണ്ട്, കേട്ടുകൊണ്ട്, അങ്ങനെയാണ് അനുഭവിച്ചത്, അല്ലേ? കൃഷ്ണൻ മനസ്സിലാക്കുന്നത് അങ്ങനെ. അപ്പോഴൊക്കെ അർജുനൻ അയാളുടെ ബുദ്ധി കൊണ്ടും മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അളന്നുകൊണ്ടിരുന്നത്. ഭഗവത്ഗീത കേട്ടു. ആ കേട്ട സമയത്ത് അർജുനന് മനസ്സിലായി, ഞാൻ ഇതുവരെ അനുഭവിച്ച കൃഷ്ണനല്ല, ഇത് വേറൊരാളാണ് ഞാൻ. അപ്പൊ മുമ്പ് നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഈ വേഷത്തിൽ വന്ന് നിൽക്കണം, എന്നെ പറ്റിക്കാൻ വേണ്ടിയില്ല, കാരണം ഈ വേഷം കെട്ടി ഇവിടെ വന്ന് നിൽക്കണം. അപ്പോഴാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്, അങ്ങയുടെ യഥാർത്ഥമായ രൂപം എന്താണെന്ന് ഗീതയിൽ ചോദിക്കുന്നത്. എന്താണ് യഥാർത്ഥമായ രൂപം എന്ന് ചോദിക്കും. ആ സമയത്ത് കൃഷ്ണൻ അർജുനോട് പറയുന്നത്, നിന്റെ മാംസചക്ഷുസ് കൊണ്ട് നിനക്ക് ഇത് കാണാൻ കഴിയും, എൻ്റെ യഥാർത്ഥ രൂപം കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. മാംസചക്ഷുസ് എന്ന് പറയുന്നത് കണ്ണ്, സാധാരണ കണ്ണ്. അവിടെ കണ്ണ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ടുകൊണ്ട്, ഇത് കേട്ടുകൊണ്ട്, സ്പർശിച്ചുകൊണ്ട് നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. എന്ന് കൃഷ്ണൻ പറയുന്നു അർജുനോട് പറയും, ഞാൻ നിനക്ക് ദിവ്യമായ ഒരു ചക്ഷുസ് തരാം, ദിവ്യമായ കണ്ണ് തരാമെന്ന് പറയാം. അർജുൻ ഭാഗ്യവാൻ, കൃഷ്ണൻ കൂടെയുണ്ട്, ഭഗവാൻ കൂടെയുണ്ട്. അർജുൻ ദിവ്യമായ ചക്ഷുസ് കുറിച്ചു. ആ സമയത്ത് എന്താണ് കാണുന്നത് അർജുനൻ എന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തെയാണ് കാണുന്നത്. ഈ ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രം അനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഈശ്വരന്റെ ശരീരം എന്താണ്? പ്രപഞ്ചമാണ്. അപ്പൊ അർജുനൻ കാണുന്നു. അവിടെ കാണുന്നു എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയല്ല. കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണ് വേണം. ഇത് കണ്ണിലൂടെയല്ല കാണുന്നത്. അത് ഏറ്റവും രസം. ഇവിടെ കാണുക എന്ന് പറയുന്ന സമയത്ത് കണ്ണിലൂടെയല്ല. അപ്പൊ യഥാർത്ഥ കാണുകയല്ല, അനുഭവിക്കുക. അപ്പൊ എന്താ അനുഭവിക്കുന്നത് അർജുൻ വിശദീകരിക്കുന്നു. അതാണ് വിശ്വരൂപ ദർശന യോഗം. അവിടെ അർജുനൻ കണ്ടതാണ് അർജുൻ പറയുന്നത്. അർജുൻ എന്ത് കണ്ടു, എന്ത് അനുഭവിച്ചു? കാണുക എന്നുള്ള അർത്ഥം അനുഭവിക്കുക. എന്താ അനുഭവിക്കുന്നത്? പ്രപഞ്ചത്തെയാണ് കാണുന്നത്. വിശ്വരൂപത്തെ, യഥാർത്ഥമായ ഭഗവാന്റെ ശരീരത്തെയാണ് കാണുന്നത്, അനുഭവിക്കുന്നത്. അപ്പൊ ഈശ്വരനെ അനുഭവിക്കാൻ എന്ത് വേണം? അത് കണ്ണിലൂടെ, മൂക്കിലൂടെ, ഇന്ദ്രിയങ്ങൾ കാണാൻ കഴിയും, അനുഭവിക്കാൻ പറ്റില്ല. അതിന് ഉള്ളിലുള്ള ഒരു ബോധത്തിന്റെ വികാസം സംഭവിക്കണം. ആ ബോധത്തിലൂടെ കാണാൻ കഴിയും, ഉൾക്കണ്ണിലൂടെയാണ് കാണാൻ കഴിയും. കണ്ണ് മനമാകുന്ന കണ്ണിനെ പറ്റിയിട്ടൊക്കെ ജ്ഞാനപാണികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഈശ്വരീയത. അപ്പൊ ഞാൻ സമഗ്രമാണത്. അത് പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നത്. അവിടെ ഒരു തരത്തിലെ പരിമിതിയില്ല. അവിടെ സമഗ്രമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഉള്ള സംഗതി പ്രപഞ്ചം തന്നെയാണ്, അല്ലേ? അപ്പൊ അവിടെ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ കാണുമ്പോൾ സമഗ്രമാണ്, പൂർണ്ണമാണ്. ആ കാഴ്ച, ആ അനുഭവം പൂർണ്ണമാണ്. അതെങ്ങനെയാണ് അർജുനന് കിട്ടുന്നത്? ഇതിലൂടെ, ഇന്ദ്രിയങ്ങളുടെ അല്ല.
അപ്പം വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നതാണ്. ജ്ഞാനം എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ള തലത്തിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്നതാണ്. അത് സമഗ്രമാണ്. അതിനൊരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ല. ടൈം എന്ന സമയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ഒരു പരിമിതി അതിനില്ല. ഏറ്റവും വലിയ പരിമിതി പ്രപഞ്ചം രണ്ട് പരിമിതിയാണ്, സ്പേസ് ആൻഡ് ടൈം. ഈ പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നു. അതെന്തിലൂടെ? ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരവസ്ഥ കൊണ്ടാണ് അനുഭവിക്കാൻ പറ്റുന്നത്. അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അതിനെയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അത് അനുഭവിക്കാനുള്ള, അങ്ങനെ ഉയരാൻ സഹായിക്കുന്ന ഒരു സാധനാക്രമത്തെയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ആ സാധനക്രമമാണ് ശ്രീവിദ്യാ സമ്പ്രദായം. ശ്രീവിദ്യാ സാധന എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് ഉയരാൻ സഹായിക്കുന്ന ഒരു ആരാധന, ഒരു ആധ്യാത്മിക സമ്പ്രദായം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിഷയം ഇങ്ങനെയൊന്നും പറയണ്ട, എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, തുലാമാസം, കന്നിമാസം, തുലാമാസം, ആ മാസങ്ങളിൽ നമ്മളുടെ ഉത്സവം ആഘോഷിക്കാറുണ്ട്, നവരാത്രി അല്ലേ? നവരാത്രിയിൽ 10ാമത്തെ ദിവസം എന്താണ് പറയാറുള്ളത്? വിജയദശമി. ആ വിജയദശമിക്ക് മുൻപ് എന്താ ചെയ്യുക? 3 ദിവസം എന്താ ചെയ്യുക? അടച്ചുപൂജ ഉണ്ടാവും അല്ലേ? അടച്ചുപൂജ കഴിഞ്ഞാൽ ദശമി ഉണ്ടാകും, അടയ്ക്കണം. എന്താ ഈ അടയ്ക്കുന്നത്? ഇപ്പം നമ്മളൊക്കെ ധാരണ പുസ്തകവും ആയുസൊക്കെ വെച്ചിട്ട് അതിൽ തുണിയൊക്കെ ഇട്ട് മൂടി വാതിലടച്ച അതാണ് നമ്മൾ ധാരണ. അതല്ല. അടയ്ക്കുക എന്നുള്ള സന്ദേശം ഇന്ദ്രിയങ്ങൾ അടയ്ക്കുകയാണ്. അതൊക്കെ അടയ്ക്കുക. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഇതിന് കാണുന്നതിനായിരിക്കും അവിയസ്ഥ നോക്കുക. ഇനി അടയ്ക്കി ഉള്ളിലേക്ക് നോക്കണം. അപ്പം എന്തുണ്ടാവും? വിജയം ഉണ്ടാവും. കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ സങ്കല്പം? നമ്മുടെ മഹർഷിമാർ അല്ലേ, അവർ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കും. അപ്പം എന്താ ചെയ്യുന്നത്? തപസ് ചെയ്യുന്നു. തപസ് ചെയ്താൽ വിജയം ഉണ്ടാകും. പൂർണ്ണമായ വിജയം എന്താണ്? പൂർണ്ണമായിട്ട് കിട്ടിയപ്പോഴേ പൂർണ്ണമായ വിജയം ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ രാജാവ് യുദ്ധം ചെയ്ത് വിജയിച്ചാൽ പൂർണ്ണം ഉണ്ടാവില്ല. ഇത് മറ്റു രാജ്യങ്ങൾ പരാജയത്തിലാക്കാൻ എന്താ കിട്ടുക? രാജ്യം കിട്ടും അല്ലേ? ഒരാളുടെ സമ്പത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചു, സമ്പത്ത് കിട്ടിയാൽ വിജയിച്ചു. പക്ഷെ സമഗ്രമാണോ? മുഴുവനാണോ? സമ്പത്ത് കൊണ്ട് മുഴുവനാണോ? ഒരു കുട്ടി പരീക്ഷയിൽ ജയിച്ചു, സമഗ്രമല്ല. സമഗ്രമായ വിജയത്തിന് എന്ത് വേണം? പൂർണ്ണമായിട്ട് കിട്ടണ്ടേ? ഈ പ്രപഞ്ചമല്ലേ പൂർണ്ണമായത്? ആ മുഴുവൻ പ്രപഞ്ചത്തെയും അനുഭവിക്കാൻ പറ്റണ്ടേ? അതല്ലേ പൂർണ്ണമായ വിജയം. അതെന്ത് വേണം? അടയ്ക്കണം, തപസ് ചെയ്യണം, ഉള്ളിലേക്ക് നോക്കണം. ഇന്ദ്രിയങ്ങൾ അടച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കണം. അതിന് സഹായിക്കുന്ന തപസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക്. ആ ടെക്നിക്കാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു സംഗതിയാണ്. അങ്ങനെ ഇപ്പം ലളിതാ സഹസ്രനാമം സ്തുതിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഓരോ സൂക്ഷ്മമായ തലങ്ങളെയുമാണ് ലളിതാ സഹസ്രനാമം സ്തുതിക്കുന്നത്. അവിടെ 1000 എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ടുകൊണ്ട് 1000 അല്ല. അങ്ങനെ 1008 ഉള്ളത് 1000 അല്ലല്ലോ. അതിൻ്റെ 1000 എന്ന് പറയുന്നത് പൂർണ്ണത എന്നൊരു അർത്ഥം. നമ്മുടെ സഹസ്രനാമം എന്ന് പറയുന്നത് പൂർണ്ണമായത്, പരിപൂർണമായത്. പിന്നെ അതിനകത്തൊന്നുമില്ല. അത് സ്തുതിക്കുക. യഥാർത്ഥ ഈ പ്രപഞ്ചത്തെയാണ് സ്തുതിക്കുന്നത്. അതിനകത്ത് അനുഭവിക്കാൻ ശ്രമിക്കുന്നത്. പ്രപഞ്ച വിവിധ ഗുണങ്ങളെയാണ് അവിടെ സ്തുതിക്കുന്നത്. ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. ആ പൂർണ്ണ അവസരം എന്ന് പറയുന്നു ശിവശക്തിക്കരൂപിണ്യാണ്. ശ്രീചക്ര ശ്രീവിദ്യ അവസരമാണ്. അതിൻ്റെ ശ്രീചക്രാചാര്യ ശ്രീമദ് മഹാത്മ അല്ലേ? ആ 2 പേര് അതിൽ ഉദ്ദേശിക്കുക. ആ 2 പേരെയും ലക്ഷ്യം. ആ ലക്ഷ്യം ഇതാണ്. മനസ്സിലായി? ആ ശ്രീവിദ്യ സമ്പ്രദായം ചുരുക്കി പറഞ്ഞു. അപ്പൊ ഉള്ളിലുള്ള ആ ജ്ഞാനത്തെ പൂർണ്ണമായിട്ട് അറിയാൻ സഹായിക്കുക. ഇപ്പോ ഈ കണ്ണടയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രതീകമാണ്. കണ്ണടയ്ക്കുക എന്നുള്ളത് അത് ഈ ഉള്ളിലെ കണ്ണ് ഇപ്പം കണ്ണടച്ച് ദിവ്യമായ ചക്ഷുസ് കൊണ്ട് ഇതിനെ കാണാൻ പറ്റും എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അവിടെ കാണുക എന്ന് പറഞ്ഞ് കാണുക അല്ല എന്ന് ഏറ്റവും ഒരു ഉദാഹരണം. എഴുത്തച്ഛനോട് പണ്ട് ഭട്ടതിരിപ്പാട് വന്ന് ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യണം അസുഖം മാറാൻ ചോദിച്ചപ്പോൾ എഴുത്തച്ഛൻ എന്താ പറയുന്നത്?